നിലവിലുള്ള മുസ്ലിം ഭരണാധികാരികൾ വെസ്റ്റേൺ സിവിലൈസേഷന്റെയും അത് കൊണ്ടുവന്ന പളപ്പളപ്പായ ഭൗതികതയുടെയും അടിമകളാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വെസ്റ്റേൺ സിവിലൈസേഷനെ പ്രസംഗിച്ചാൽ പോരാ. ഇന്ന് മുസ്ലിം രാജാക്കന്മാരും അവരെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ വരെ വെസ്റ്റേൺ സിവിലൈസേഷന്റെ അടിമകളാണ്. ഇക്കാലത്ത് അവർ അത്ഭുതമായി കാണാൻ വേണ്ടി പോകുന്നത് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യാൻ വേണ്ടി മുസ്ലിം പ്രമാണിമാരും രാജാക്കന്മാരും പോകുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. അക്കാലത്ത് യൂറോപ്യർ അതിശയിച്ചിരുന്നത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ നോക്കിയ മുസ്ലിം ഭരണാധികാരികൾ കൊണ്ടുവന്ന സംസ്കാരം. ഇനി ആ ഒരു കാര്യം കൂടി പറയട്ടെ. കാനൂനി, എന്റെ കാനൂൻ, നിയമം, കാനൂനി, നിയമജ്ഞൻ, ഈ പേരും യൂറോപ്യർ കൊടുത്ത. കാരണം യൂറോപ്പിലെ ആദ്യത്തെ സിവിലൈസേഷൻ നിയമം ക്രിയേറ്റ് ചെയ്ത് പൂർത്തിയാക്കിയത് സുലൈമാൻ ഖാനൂനി. അതുകൊണ്ട് യൂറോപ്പ് അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് എന്റെ ഖാനൂനി, നിയമജ്ഞൻ. അദ്ദേഹത്തിന്റെ പിതാവാണ് ബായസീദ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ പിതാവാണ് സലീം ഒന്നാമൻ. സലീം ഒന്നാമന്റെ പിതാവാണ് ബായസീദ് രണ്ടാമൻ. ബായസീദ് രണ്ടാമന്റെ പിതാവാണ് മുഹമ്മദ് അൽ ഫാത്തിഹ്. അദ്ദേഹമാണ് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഓരോ മതങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പക്ഷെ അതുകൊണ്ട് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട്? ഒരേ കുറ്റത്തിന് ക്രിമിനൽ കുറ്റം, മതകീയ കുറ്റമാണെങ്കിൽ ഓരോ മതത്തിന് വിധി എഴുതാം. പക്ഷേ ക്രിമിനൽ ലോ മതത്തിന് വിട്ടുകൊടുത്തപ്പോൾ വന്ന പ്രശ്നം എന്താ? ഒരു ഗ്രാമത്തിൽ, ഒരു സൊസൈറ്റിയിൽ, ഒരു അയൽപക്കത്ത് ഒരു ശിക്ഷക്ക് രണ്ട് തരം ക്രിമിനൽ നിയമങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വന്നു. സൊസൈറ്റികൾക്കിടയിൽ വേരിയേഷൻ വന്നു. അപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചു. മതപരമായ കാര്യങ്ങളിലെ വിഷയങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, നിക്കാഹ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം മതങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇസ്ലാം ആണെങ്കിൽ ഖാദി തീരുമാനിക്കും, ക്രിസ്ത്യാനിയാണെങ്കിൽ പാത്രിയാർക്ക് തീരുമാനിക്കും, ജൂതനാണെങ്കിൽ റബ്ബി തീരുമാനിക്കും. അങ്ങനെ അതേ സമയത്ത് ക്രിമിനൽ ലോ എല്ലാവർക്കും ഒന്നാക്കി. ആര്? ലോക ചരിത്രത്തിൽ ക്രിമിനൽ ലോ വ്യത്യസ്തപ്പെടുത്തി ഒന്നാക്കിയത് ആരാണ്? സുലൈമാൻ ഖാനൂനിയാണ്. ഇന്ന് നമ്മൾ അവരെയാണ് പകർത്തുന്നത്. അവരാണ് ഇന്ന് നമുക്ക് നിയമപുസ്തകങ്ങൾ ഉണ്ടാക്കി തരുന്നത്. പക്ഷെ അവർക്ക് നിയമപുസ്തകം ഉണ്ടാക്കി കൊടുത്തത് സുലൈമാൻ ഖാനൂനിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഖാനൂനി, അദ്ദേഹം കേവല ഒരാളല്ല. ഒന്ന് വലിയ കവിയാണ്, സാഹിത്യകാരനാണ്, അധ്വാനിയാണ്, ഗോൾഡ് സ്മിത്ത്. ഒരു ഒഴിവ് കിട്ടിയാൽ അദ്ദേഹം ഒരു സ്വർണ്ണപ്പണി ചെയ്യും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനി ഖലീഫമാരെല്ലാം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യും. അവസാനത്തെ ഖലീഫയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹം കാർപ്പന്ററാണ്. രാത്രി 2 മണിക്ക് പട്ടാള ഓഫീസർമാർ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ അദ്ദേഹം ഒരു മേശയോ കസേരയോ ഉണ്ടാക്കിയിരിക്കും. അതിനാണ് അദ്ദേഹത്തിന് ദുഃഖം ഇറക്കി വെക്കുക. വലിയ പ്രയാസമുള്ള കാലമാണ്. കൊട്ടാരത്തിലേക്കും പരിസരത്തേക്കും പള്ളിയിലേക്കും വേണ്ടത്തിലേക്കും ഒക്കെയുള്ള അക്കാലത്തെ മര ഉരുപ്പടികൾ ഉണ്ടാക്കിയിരുന്നത് ആരാ? സാക്ഷാൽ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഖാനൂനി ഗോൾഡ് സ്മിത്ത് ആണ്. ഇതാണ് ആ കാലഘട്ടം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത കാലഘട്ടം. വല്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അത്രയും വലിയ ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് മൊത്തം യൂറോപ്പിന്റെ 5 ഇരട്ടിയിലധികം ഉസ്മാനി ഖിലാഫത്തിന് കീഴില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് യൂറോപ്പിന്റെ 5 ഇരട്ടിയിലേറെ ഇവരെ കയ്യിലാണ്, ഉസ്മാനികളെ കയ്യിലാണ്. ലോകത്തിന്റെ പകുതി 60% ഉസ്മാനികളെ കയ്യിലാണ്. ഒരു 30% മുസ്ലിമീങ്ങളെ കയ്യിലാണ്. മറ്റു മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് മുഗളന്മാര്, ഒരു ഭാഗത്ത് മലേഷ്യൻ സൽത്തനത്ത്, ഒരു ഭാഗത്ത് ഇറാനിയൻ സൽത്തനത്ത്. ഇങ്ങനെ വിശാലം, ഇങ്ങനെ പ്രവിശാലം. അപ്പോൾ അന്ന് ഭൂമിയുടെ 90% ഭരിക്കുന്ന മുസ്ലിമീങ്ങളാ. ഏതാ വർഷം? 1494 മുതൽ 1566 സുലൈമാൻ ഖാനൂനി മരിക്കുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ. ഇത് പിന്നെ ബ്രിട്ടൻ അസൂയ ഉണ്ടാവാതിരിക്കോ? അവിടെയൊക്കെ നീതി നടപ്പിലാക്കും. അവരെന്തിനാ ഭരണം നടത്തുന്നത്? നീതി നടപ്പിലാക്കാൻ. ബ്രിട്ടൻ ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നീതി നടപ്പിലാക്കലാണ്. ലോകത്തെ കുത്തിത്തിരിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടനാണ്. ഉദാഹരണം പറയാം, 947 ബ്രിട്ടൻ ഉണ്ടായ ഒരു കുത്തിത്തിരിപ്പാണ് ഇന്നും ഇന്ത്യ പാകിസ്ഥാൻ. അതൊരു കുത്തിത്തിരിപ്പാണ്. ആരുടെ? ബ്രിട്ടന്റെ കുത്തിത്തിരിപ്പ്. മൗണ്ട് ബാറ്റന്റെയും എഡ്വിന മൗണ്ട് ബാറ്റന്റെയും കുത്തിത്തിരിപ്പ്. ആ കുത്തിത്തിരിപ്പിൽ പെട്ടുപോയി ആരെല്ലാം? ഒന്ന് നെഹ്റു, ഒന്ന് ജിന്ന, അവരൊക്കെ ആ കുത്തിത്തിരിപ്പിൽ പെട്ടുപോയ ആളാണ്. ഗാന്ധിജി അവസാനം വരെ അതിനെതിരാണ്. പക്ഷെ അവസാനം ഗാന്ധിജിക്ക് വിധേയനാകേണ്ടി വന്നു. ആരായി കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്? എഡ്വിനയും മൗണ്ട് ബാറ്റനും. ഇവരുണ്ടാക്കിയ കുത്തിത്തിരിപ്പാണ് ഇന്നും ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ. ഞാൻ പറയട്ടെ, പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും അഫ്ഗാനും ഇന്നൊരു രാഷ്ട്രമായിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രത്തിന് മേൽ ഇവര് വിരലനക്കാൻ കഴിയുന്ന ഒരു ശക്തി ലോകത്തുണ്ടാവില്ല. ലോകത്തെ ആദിമ സംസ്കാരത്തിന് മണ്ണും ഇന്ത്യ തന്നെയാണ്. ആദിമ മനുഷ്യൻ വന്ന നാടും ഇന്ത്യ തന്നെ. പക്ഷേ അത് ബ്രിട്ടന്റെ താല്പര്യത്താൽ വെട്ടിമുറിക്കപ്പെട്ടു. ജിന്നയും വശമതനായി, പട്ടേൽ വശമതനായി, നെഹ്റു വശമതനായി, അവരൊക്കെ വശമതനായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നഖ്ശബന്ദി ത്വരീഖത്തുകാരനാണ്. ഞങ്ങളോട് പറഞ്ഞു, ത്വരീഖത്ത് ഇല്ലാത്ത ഒരു ഉസ്മാനി ഖലീഫ ഇല്ല. നഖ്ശബന്ദിയത്തിലെ ആദ്യത്തെ ഖലീഫയും
സുലൈമാൻ ഖാനൂനിയാണ്. നക്ഷബന്ദി ഇന്നും ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നക്ഷബന്ദി ത്വരീഖത്തുകാരുള്ള രാജ്യം തുർക്കിയാണ്. അവർക്ക് ഇന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ സ്വാധീനമാണ്. ഉദാഹരണം പറയാം, അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവചിച്ച നക്ഷബന്ദി ഷെയ്ഖുണ്ട് നാസിം ഹക്കാനി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹദി ജനിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം മരിക്കുന്നതിന് പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. യൂറോപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാന കേന്ദ്രം. യൂറോപ്യന്മാരിൽ നല്ലൊരു ശതമാനം ഇന്നും നക്ഷബന്ദി ത്വരീഖത്തുകാരാണ്, മുസ്ലിമീങ്ങൾ. അതിന് കാരണം ഉസ്മാനികളിൽ നിന്ന് പടർന്നതാണ്. ഉസ്മാനികളിൽ ആദ്യത്തെ നക്ഷബന്ദിയും സുലൈമാൻ ഖാനൂനി തന്നെയാണ്. അവരൊക്കെ ത്വരീഖത്തുകാരാ. ഒന്നിരിക്കൽ മൗലവി, അല്ലെങ്കിൽ ഖുബ്രവിയ, അല്ലെങ്കിൽ ഖൽവാത്തി, ഇങ്ങനെ അനവധി അല്ലെങ്കിൽ വഫിയ, ഇങ്ങനെ അനവധി ത്വരീഖത്തുകളുണ്ട്. അവസാനത്തെ ഖലീഫ ഷാദുലിയ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. സുലൈമാൻ നക്ഷബന്ദിയാണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് യഹ്യ അഫന്ദിയാണ്. അതായത് വലിയ ആത്മജ്ഞാനികളാണ് ഇവരെന്നർത്ഥം. അന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയും സുലൈമാൻ. ലോകത്ത് കിഴക്കൻ യൂറോപ്പ് മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിലാണ് എല്ലാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസ് അധിനിവേശം എന്നേക്കുമായി ഇല്ലാതാക്കിയ ഒരേ ഒരു ഭരണാധികാരി സുലൈമാൻ ഖാനൂനിയാണ്. സുലൈമാൻ ഖാനൂനിയോട് കൂടെ പോർച്ചുഗീസുകാരുടെ എല്ലാ അധികാരവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടു. ഒരു കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഒരു കുരുതിക്കളായിരുന്നു പോർച്ചുഗീസുകാരുടെ കാലത്ത്. കാരണം പോർച്ചുഗീസുകാർ ഒരു ദയയില്ലാത്തവരായിരുന്നു അക്കാലത്തെ പോർച്ചുഗീസുകാർ. ഒരു ദയയും ഇല്ല. ആ ദയയില്ലാത്ത ഒരാളാണ് വാസ്കോഡി ഗാമ. പക്ഷെ അയാൾക്കാണ് നമ്മളിവിടെ സ്മാരകം ഉണ്ടാക്കിച്ചത്. കാപ്പാട് ഒരു കൽസ്തൂപം ഉണ്ടാക്കിച്ചിട്ടുണ്ട് അയാളെ പേരിൽ, അയാൾക്ക് വേണ്ടി. അയാൾ ക്രൂരനായ ഒരാളാണ്, അതിക്രൂരൻ. ഒരു നല്ല മനസ്സില്ലാത്തൊരു ക്രൂരനാണ് സത്യത്തിൽ വാസ്കോഡി ഗാമ. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിൽ വന്ന തെറ്റുകൾ, ചരിത്രത്തിൽ വന്ന അബദ്ധങ്ങളാണ്. എന്നല്ല, ഷിയ സഫേദികളെ ഏറ്റവും ശക്തമായി അവരെ അമർ ചെയ്തതും സുലൈമാൻ ഖാനൂനി തന്നെയാണ്. ലോകത്തെ പ്രശസ്തമായ പട്ടണങ്ങളെല്ലാം ആണ് സുലൈമാൻ ഖാനൂനിയുടെ കീഴിലാണ്. മക്ക, മദീന, ഖുദ്സ്, ഡമാസ്കസ്, 4 പട്ടണം സ്വർഗീയ പട്ടണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അർബഅത്തു മിൻ മുദുനിൽ ജന്ന, 4 പട്ടണങ്ങളാണ്, ഭൂമിയിലെ 4 പട്ടണം സ്വർഗീയ പട്ടണങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. മക്ക വൽ മദീന വൽ ഖുദ്സ് വ ദിമഷ്ക് എന്ന് പുണ്യ റസൂൽ. മക്ക എന്ന സുലൈമാൻ ഖാനൂനിയുടെ കീഴിലാണ്, മദീനയും ഖുദ്സും ഡമാസ്കസും. അതായത് 4 സ്വർഗീയ പട്ടണങ്ങളും അന്ന് ഇദ്ദേഹത്തിന് കീഴില്ല. കോൺസ്റ്റാന്റിനോപ്പിളും അദ്ദേഹത്തിന് കീഴില്ല, അഡ്രിയാനോപ്പിളും അദ്ദേഹത്തിന് കീഴില്ല, ബോർസ അദ്ദേഹത്തിന് കീഴില്ല, കൈറോ അദ്ദേഹത്തിന് കീഴില്ല, അർമേനിയ മൊത്തം അദ്ദേഹത്തിന് കീഴില്ല, കൈറുവാൻ അദ്ദേഹത്തിന് കീഴില്ല, അലപ്പ അദ്ദേഹത്തിന് കീഴില്ല, ഇറാഖിലെ മൊത്തം പട്ടണം അദ്ദേഹത്തിന് കീഴില്ല, ബസ്ര, അഹ്സ അദ്ദേഹത്തിന് കീഴിലാണ്, ദൈല പട്ടണം അദ്ദേഹത്തിന് കീഴിലാണ്, റക്ക അദ്ദേഹത്തിന് കീഴിലാണ്, മൊസൂള് അദ്ദേഹത്തിന് കീഴിലാണ്, മൊസൂള്, ബെൽഗ്രാഡ് അദ്ദേഹത്തിന് കീഴിലാണ്, സിസിലി അദ്ദേഹത്തിന് കീഴിലാണ്, ബക്ർ അദ്ദേഹത്തിന് കീഴിലാണ്, അഡ്രോം അദ്ദേഹത്തിന് കീഴിലാണ്, സൂയസ് അദ്ദേഹത്തിന് കീഴിലാണ്, അഡ്ന അദ്ദേഹത്തിന് കീഴിലാണ്, കുർമാൻ അദ്ദേഹത്തിന് കീഴിലാണ്, വാൻ അദ്ദേഹത്തിന് കീഴിലാണ്, ബർബർ മൊത്തം, എത്യോപ്യ മൊത്തം, ടുണീഷ്യ, തൊറാബൽസ്, സൈപ്രസ്, റോഡസ്, കെൻഡ, മോറിയ മൊത്തം, ബഹർ മോറിയ മൊത്തം, പിന്നെ അൻതോറിയ അദ്ദേഹത്തിന് കീഴിലാണ്, റുമേലിയ അദ്ദേഹത്തിന്, ബഗ്ദാദ്, കുർദിസ്ഥാന്, ഗ്രീക്കിലെ പട്ടണങ്ങൾ മൊത്തം, സെൻട്രൽ ഏഷ്യ അഥവാ തുർക്കിസ്ഥാന് അടക്കമുള്ള എല്ലാം അദ്ദേഹത്തിന് കീഴിലാണ്, തർത്താരിയ അദ്ദേഹത്തിന് കീഴിലാണ്, സിർക്കാസിയ അദ്ദേഹത്തിന് കീഴിലാണ്, കാബാർഡ ജോർജിയ മൊത്തം, കബ്ഷാക്ക് ലോക പ്രശസ്തമായ ഒരു പൗരാണിക ചരിത്ര പ്രധാനമുള്ള ഒരു ഏരിയയാണ് കബ്ഷാക്ക്, അദ്ദേഹത്തിന് കീഴിലാണ്, തർത്താർ ഏരിയ മൊത്തം, കീഫ, ഇതെല്ലാം ഇങ്ങനെ, സെർബിയ, അൽബേനിയ, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ലോകപ്രശസ്തമായ അക്കാലത്തെ പട്ടണങ്ങളിലേറിയതും അന്ന് സുലൈമാൻ ഖാനൂനിയുടെ കീഴിലായിരുന്നു. സുലൈമാൻ ഖാനൂനിക്ക് മുസ്ലിങ്ങൾ നൽകിയ ചില പേരുകൾ, ഒന്ന് ഹാക്കിം ബൈത്ത് ഉസ്മാൻ, ഉസ്മാനിയ ഖിലാഫത്തിലെ തത്വചിന്തകൻ എന്നാണ് ഒരു പേര്, സുൽത്താനുസ്സലാത്തീൻ ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് മറ്റൊരു പേര്, അമീറുൽ മുഅ്മിനീൻ മറ്റൊരു പേര്, ഖാനുൽ ഖാനാത്ത് എന്ന് മാന്യന്മാരിൽ മാന്യൻ, ഖലീഫത്തു റസൂലില്ലാഹി ഫിൽ അർള് ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധി, ളില്ലുല്ലാഹി ഫിൽ അർള് ഭൂമിയിൽ അള്ളാഹുവിന്റെ നിഴൽ. അള്ളാഹ്ക്ക് നിഴലുണ്ടായിട്ടല്ല, അള്ളാഹു അങ്ങനെ പദാർത്ഥമല്ല. പക്ഷെ അതേ സമയത്ത് നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് പൊതുവെ ഒരു പേരാണ് എന്ത്, ളില്ലുല്ലാഹി ഫിൽ അർള്, ദൈവത്തിന്റെ ഭൂമിയിലെ നിഴൽ. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വിളിച്ചിരുന്ന വിളിപ്പേരുകളാണ്. ഫ്രാൻസ് പൂർണ്ണമായി അദ്ദേഹത്തിന് വഴിപ്പെടാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. ആ കാരണവും സത്യത്തിൽ എന്താണ്, യൂറോപ്പ് ക്രൈസ്തവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം. ഫ്രാൻസ് പൊതുവെ ഒരു നവോത്ഥാനത്തിനെ ചുക്കാൻ പിടിച്ച ഒരു രാജ്യമാണ്. യൂറോപ്യൻ നവോത്ഥാനം മുഴുവനും സത്യത്തിൽ തുടങ്ങുന്ന ഒരു ഫ്രാൻസിൽ നിന്നാണ്.
ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലിയണർ ഡാവിഞ്ചിയുടേതാണല്ലോ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഡാവിഞ്ചി കോഡ്. ഇന്ന് ലോകത്തെ കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ്. അതായത് ഡാവിഞ്ചി ജീവിച്ച കാലാണ്. ഡാവിഞ്ചി ഫ്രാൻസിലാണ്. ഡാവിഞ്ചി മാത്രമല്ല, ആ കാലത്തെ ലോകത്തെ ഡാവിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വ്യക്തിത്വം അദ്ദേഹത്തിന്. ഒരേ സമയത്ത് അദ്ദേഹത്തിന് 10ഓളം കഴിവുകളുണ്ട്. എഞ്ചിനീയറാണ്, ചിത്രകാരനാണ്, കവിയാണ്, സാഹിത്യകാരനാണ്. അങ്ങനെ വല്ലാത്തൊരു കഴിവുള്ള ഒരു ആളാണ് ലിയനോർ ഡാവിഞ്ചി. ഡാവിഞ്ചിയെ അന്ന് എല്ലാവിധ സംരക്ഷണവും സൗകര്യവും പ്രോത്സാഹനവും കൊടുത്തത് ഫ്രാൻസിസ് ഒന്നാമനാണ്. ഫ്രാൻസിസ് ഒന്നാമന്റെ കാലഘട്ടം ഇതന്നെ. ചെറിയ വയസ്സ്, നേരത്തെ മരിച്ചു. 1494 ഏതാ വർഷം? കാനൂനി ജനിച്ച വർഷം. കാനൂനി ജനിച്ച വർഷത്തിൽ തന്നെയാണ് ഫ്രാൻസിസ് ഒന്നാമൻ ജനിക്കുന്നത്. അദ്ദേഹമാണ് കാനൂനിയുടെ കാലത്തെ ഫ്രഞ്ച് ചക്രവർത്തി. അദ്ദേഹം ജനിക്കുന്നത് കാനൂനി ജനിച്ച അതേ വർഷം 1494. മരിക്കുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. മരിക്കുന്നത് 1547. കാനൂനി മരിക്കുന്നത് 1566. അതായത് ഫ്രാൻസിസ് ഒന്നാമനും മരിച്ചിട്ട് 19 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ആര് മരിച്ചത്? കാനൂനി മരിക്കുന്നത്, സുലൈമാൻ കാനൂനി. ഈ കാലത്തൊരു പ്രശ്നം ഉണ്ടായി. എന്താ? ഈ ഫ്രാൻസിന്റെ ഈ നവോത്ഥാന ശ്രമം കാരണം റോം ഇവർക്കെതിരായി. പ്രത്യേകിച്ച് ഇവർ പ്രൊട്ടസ്റ്റന്റുകാരുമാണ്. റോമാകത്തെ കാത്തലിക് ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ഫ്രാൻസിസ് ഒന്നാമനെതിരെ യുദ്ധം നയിച്ചു. AD 1521. ഫ്രാൻസിസ് ഒന്നാമന്റെ ഭരണകാലത്ത് AD 1521 ഫ്രാൻസിസ് ഒന്നാമനെതിരെ യുദ്ധം നയിച്ചു. ആര്? റോം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഇറ്റലി, സ്പെയിന്, ജർമ്മനി അതെല്ലാം അന്നൊരു ഭരണത്തിന്റെ കീഴിലാണ്. ഇറ്റലിയും സ്പെയിനും ജർമ്മനിയും ഒക്കെ അന്ന് റോമൻ എംപയറിന്റെ കീഴിലാണ്. അവര് ഒരു യുദ്ധം നയിച്ചു. ആർക്കെതിരെ? അന്നത്തെ റോമൻ എംപയർ ചാൾസ് അഞ്ചാമൻ യുദ്ധം ചെയ്തു. ആർക്കെതിരെ? ഫ്രാൻസിനെതിരെ. എന്താ കാരണം? ഇത്തരം നവോത്ഥാന സംരംഭങ്ങൾ, ശ്രമങ്ങൾ ആ കാലത്തെ റോമിന് അത്ര പിടിച്ചില്ല. അങ്ങനെ 1521 ഫ്രാൻസിസ് ഒന്നാമനെ റോം ഭരണകൂടം തോപ്പിച്ചു. അദ്ദേഹത്തെ ബന്ദിയാക്കി കൊട്ടാരത്തിൽ ജയിലിലിട്ടു. 1521 അദ്ദേഹത്തെ തോപ്പിച്ച് ബന്ദിയാക്കി അദ്ദേഹത്തെ ജയിലിലിട്ടു കൊട്ടാരത്തിൽ. 1526 വരെ 5 വർഷം. ഇതിനിടയിൽ ചില സംഭവങ്ങൾ രഹസ്യമായി രാജാവ് ചെയ്തു. എന്ത്? സുലൈമാൻ കാനൂനിയെ ഇതറിയിക്കാൻ വേണ്ടി അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ പലതവണയായി പിടിക്കപ്പെട്ടു. സുലൈമാൻ കാനൂനിക്ക് ഇത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യമായി തന്റെ അമ്മയെ പറഞ്ഞയച്ചു. ഈ കാര്യം സുലൈമാൻ കാനൂനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ പറഞ്ഞയച്ചു. അമ്മയുടെ പേര്, ഫ്രാൻസിസ് ഒന്നാമന്റെ അമ്മയുടെ പേര് ലൂയിസ് ഡിസാവോ എന്നാണ്. ഫ്രാൻസിസ് ഒന്നാമൻ സുലൈമാൻ കാനൂനിയുടെ അടുത്തേക്ക് അയച്ചു. എന്തിന്? എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ തടവിലാണ്. എന്നെ റോമക്കാർ വന്ന് അടിമയാക്കി തടവിലിട്ടിട്ടുണ്ട്. ഈ രാജ്യം അവർ പിടിച്ചടക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞ് തന്റെ അമ്മയായ ലൂയിസ് ഡിസാവോയുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. ആര്? ഫ്രാൻസിസ് ഒന്നാമൻ. എന്നാൽ വഴിയിൽ വെച്ച് അത് പിടിക്കപ്പെട്ടു. 1521 അദ്ദേഹത്തെ തടവിലിടുന്നത് റോമക്കാർ. ഇവർ രണ്ടുകൂട്ടർ ക്രിസ്ത്യാനികളാണ്. വ്യത്യാസം, റോമക്കാർ കാത്തലിക് ക്രിസ്ത്യൻസ് ആണ്, ഇവര് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ആണ്. ഇതൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനല്ല, ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന നിലക്ക് മാത്രമാണ്. നിങ്ങൾ നിഷ്പക്ഷമായി പഠിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഏതെങ്കിലും ആളുകൾ പറയുന്നത് നിങ്ങൾ വിഴുങ്ങരുത്, നിങ്ങൾ ചരിത്രം പഠിക്കണം. അങ്ങനെ അത് പിടിക്കപ്പെട്ടു. പിന്നെയും ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതിന് പരിഹാരം ഉണ്ടാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? 1525 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിയായിരുന്ന, താൻ രാജാവായ കാലത്ത് മന്ത്രിയായിരുന്ന ജോൺ ഫ്രാങ്കിപ്പാനിയുടെ കയ്യിൽ എഴുത്തുകൊടുത്തയച്ചു. 1525 ഡിസംബറിലാണ് അവർ ഫ്രാൻസിൽ നിന്ന് പുറപ്പെടുന്നത്. എങ്ങോട്ട്? കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. ഇതാണ് ഫ്രാൻസ്. ഇവിടുന്ന് കത്ത് കൊടുത്തേക്കാണ്. ഇതാണ് ഫ്രാൻസ്. ഇവിടുന്ന് കത്ത് കൊടുത്തേക്കാണ്. ഇതാണ് ഇറ്റലി. നേരെ അങ്ങോട്ട് കയറി ഫ്രാൻസിനെ പിടിച്ചടക്കി കൊടുത്തേക്കാണ്. ഇവിടെ നിന്ന് എഴുത്തു കൊടുത്തേക്കുന്നു. അത് നേരെ ഇവിടെ എത്തണം. പക്ഷേ ഇതിനിടയിലുള്ള പല രാജ്യങ്ങളും എന്താണ്? അവരുടെ കീഴിലാണ്. കത്ത് പിടിക്കപ്പെട്ടു പല സന്ദർഭങ്ങളിലായി. പക്ഷേ അവസാനം വളരെ രഹസ്യമായി ജോൺ ഫ്രാങ്കിപ്പാനിയുടെ കീഴിൽ 1525 ഡിസംബറിൽ കൊടുത്തേക്കുന്ന കത്ത്, ആ കത്ത് 1526 ഫെബ്രുവരി 6 ഈ കത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. ആരുടെ കയ്യിൽ കിട്ടി? അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. സുലൈമാൻ. ഇവിടെ വലിയ ഗൗരവമായ വിഷയം എന്നാൽ ഇങ്ങനെയുള്ള ഒരു കത്ത്, സുലൈമാൻ കാനൂനിയോട് സഹായം അഭ്യർത്ഥിക്കാവുന്ന കത്ത്
തടയാൻ വേണ്ടി എത്രയോ സംവിധാനങ്ങൾ അന്ന് ഇറ്റലി ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഒന്ന്, ഒരു രാജാവിനെ പിടിച്ച് ജയിലിലിട്ട് ആ രാജ്യം കൈയടക്കുക എന്നത്, എന്നിട്ട് അവരുടെ മേൽ അനീതി നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സുലൈമാനുൽ ഖാനിന്റെ അടുത്തെത്തിയാൽ സമ്മതിക്കൂല. കാരണം അത് നീതിമാനാണ്. ഇറ്റലിക്കാകട്ടെ പേടിയാണ്. ആരെ? കാനൂനി. ഒരു ചരിത്രത്തിലെ ഒരു അഭിപ്രായം, കാനൂനിയുടെ കയ്യിൽ കത്തെത്തിയെന്നറിഞ്ഞതോടുകൂടെ തന്നെ ഇറ്റലിക്കാർ ഫ്രാൻസ് വിട്ടുപോയി. എന്തുകൊണ്ട്? കാനൂനിയോട് മല്ലിടാൻ അന്ന് ഇറ്റലിക്ക് കഴിയൂല. അങ്ങനെ 1526 ഈ വിഷയം സുലൈമാനുൽ ഖാനൂനി ഏറ്റെടുത്തു. അദ്ദേഹം ജോൺ ഫ്രാങ്കിപ്പാനിയുടെ കയ്യിൽ തിരിച്ച് കത്ത് കൊടുത്തയച്ചു. ആ കത്തിന്റെ ഒരല്പഭാഗം, അന്നത്തെ അവരുടെ കത്തിന്റെ ഒരല്പഭാഗം, പഴയ ഭാഷയായതുകൊണ്ട് തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അതിന്റെ മലയാളീകരണം ഞാനൊരല്പഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ കത്ത് കിട്ടിയ ഉടനെ സുലൈമാനുൽ ഖാനൂനി കൊടുത്തയക്കുന്ന കത്ത്: ഞാൻ സുലൈമാനുൽ ഖാനൂനി, ഞാൻ സുൽത്താൻമാരുടെ സുൽത്താൻ, ഭരണാധികാരികളുടെ ഭരണാധികാരി, ഭൂമുഖത്തെ രാജാക്കന്മാർക്ക് നീതിയോടെ കിരീടങ്ങൾ വിതരണം ചെയ്യാൻ ഇന്ന് ദൈവം അവകാശം നൽകിയവൻ, ഭൂമിയിലെ ദൈവത്തിന്റെ നിഴൽ എന്ന് എന്റെ ഭരണീയർ വിളിക്കുന്ന മെഡിറ്ററേനിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും സുൽത്താനും ആ രാജ്യങ്ങളിലെ പരമാധികാരിയുമായ സുൽത്താൻ, റുമേലിയയിൽ നിന്നും അനറ്റോളിയയിൽ നിന്നും റോമക്കാരുടെ നാട്ടിലെ ദുൽഖാദ്രിയയിൽ നിന്നും അസർബൈജാനിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഡമാസ്കസിൽ നിന്നും ജെറൂസലേമിൽ നിന്നും എല്ലാവരുടെയും അറേബ്യ, യമൻ എന്നിവിടങ്ങളിൽ നിന്നും അധികാരം ഏൽപ്പിക്കപ്പെട്ട ആൾ ഞാൻ, സുൽത്താൻ സലീം ഖാന്റെ മകൻ സുൽത്താൻ സുലൈമാൻ ഖാൻ, ഫ്രാൻസ് പ്രവിശ്യയിലെ രാജാവ്. നിങ്ങൾ എന്റെ നാട്ടിലേക്ക്, ഫ്രാൻസിസ്കോ ആയ താങ്കൾ, ഫ്രാൻസ് പ്രവിശ്യയിലെ രാജാവ്, നിങ്ങൾ എന്റെ നാട്ടിലേക്ക് കത്തയച്ചു. പരമാധികാരികളുടെ സങ്കേതത്തിലേക്ക് നിങ്ങളുടെ വിശ്വസ്തദാസനായ ഫ്രാങ്കിപ്പാനിയുടെ കൈകൊണ്ട് ആ കത്ത് എനിക്ക് ലഭിച്ചു. വിവിധ വാക്കാലുള്ള ആശയവിനിമയങ്ങളും ഞങ്ങൾ തമ്മിൽ നടത്തിയിരിക്കുന്നു. ശത്രു നിങ്ങളുടെ രാജ്യം കീഴടക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ ഇപ്പോൾ തടവിലാണെന്നും നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കുന്നു. ഇതെല്ലാം ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവിക അധികാരത്തിന്റെ കീഴിൽ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് എനിക്ക് കത്തി കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സാഹചര്യം എല്ലാ വിശദാംശങ്ങളിലും ഞാൻ പരിഗണിച്ചു. ചക്രവർത്തിമാരെ പരിചയപ്പെടുത്തി ബന്ദിയാക്കി അവിടെ അധർമ്മം സ്ഥാപിക്കുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. എന്നാൽ ശത്രുവിനെ തുരത്താനും അവന്റെ ദേശങ്ങൾ കീഴടക്കാനും യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും നാം അവസാനിപ്പിച്ചിട്ടില്ല. നാം തന്നെ അവരുടെ കാൽച്ചുവടുകൾ പിന്തുടർന്ന് എല്ലാ പ്രവിശ്യകളും കോട്ടകളും കീഴടക്കി രാവും പകലും. ഞങ്ങളുടെ കുതിരയ്ക്ക് പാത്രമുണ്ട്, ഞങ്ങളുടെ സേബർ അരക്കെട്ടാണ്. ഉന്നതമായ, അന്നത്തെ ഓരോ ശൈലികളാണതൊക്കെ. ഉന്നതമായ ദൈവം നീതിയെ പ്രോത്സാഹിപ്പിക്കട്ടെ, അവൻ ഉദ്ദേശിക്കുന്നതെന്തും സാധിക്കട്ടെ. ബാക്കിയുള്ളവർക്കായി നിങ്ങളുടെ അംബാസഡറെ വിശദമായി ചോദ്യം ചെയ്യുകയും അറിയിക്കുകയും ചെയ്യുക. പറഞ്ഞതുപോലെ ആയിരിക്കും എന്നും അറിയിക്കുക. ഇതാണ് സുലൈമാൻ ദി മാഗ്നിഫിസന്റ്. 1526 ഫെബ്രുവരി 6 ജോൺ ഫ്രാങ്കിപ്പാനിയുടെ കയ്യിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി കൊടുത്തയച്ച കത്തിന്റെ ഏകദേശ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. അവസാനം രണ്ടഭിപ്രായമുണ്ട്. സുൽത്താന്റെ പട്ടാളം ഫ്രാൻസിലേക്ക് നീങ്ങി. സ്വാഭാവികമായും ഇറ്റലി ഒഴിഞ്ഞുപോയി. എന്നല്ല, സുൽത്താൻ ഇക്കാര്യം ഏറ്റെടുത്തു എന്നറിയുന്നതോടുകൂടെ തന്നെ ഇറ്റലിക്കാർ ഫ്രാൻസിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഫ്രാൻസുകാർ അതോടുകൂടെ ഏത് നിലക്കും വഴിപ്പെട്ടു, വിധേയപ്പെട്ടു. എന്തിനോട്? ഉസ്മാനിയ ഖിലാഫത്തിനോട്. ഉസ്മാനിയ ഖിലാഫത്തിൽ പിന്നെ നടന്നിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ, ചരിത്രത്തിൽ വന്ന മഹാത്ഭുതങ്ങൾ എല്ലാം ഉസ്മാനികളും ഫ്രാൻസുകാരും നേരിട്ട് ചെയ്തതാണ്. അതിനുശേഷം മോചിതനായി ആര്? ഫ്രാൻസിസ് ഒന്നാമനും മോചിതനായതോടുകൂടെ അവർ സഹകരണ കരാറിൽ ഒപ്പിട്ടു. ഈ കരാർ യൂറോപ്പിന്റെ ദിശ മാറ്റി. ഇത് കാരണം സ്പെയിനിൽ, ഇത് കാരണം ഫ്രാൻസിൽ അനവധി പള്ളികൾ ഉണ്ടായി. ഇത് കാരണം സുൽത്താൻ തന്നെ അവർക്ക് അനവധി ചർച്ചകൾ നിർമ്മിച്ചു കൊടുത്തു. എവിടെ? തന്റെ രാജ്യത്ത് സുൽത്താൻ തന്നെ നിർമ്മിച്ചു കൊടുത്തു. അതായത് പരസ്പര സഹകരണം, മതപരമായ സഹകരണം, വാണിജ്യ സഹകരണം, സൈനിക സഹകരണം എല്ലാം. കാരണം ഫ്രാൻസ് അന്നും ഇന്നും യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ആ രാജ്യം ചേർക്കപ്പെട്ടതുപോലെയായി ഈ കരാറോട് കൂടെ. ഈ കരാർ 1798 വരെ നിലനിന്നിട്ടുണ്ട്. ഏത് മുതൽ? 1526 മുതൽ ഫലത്തിൽ കരാർ ഉള്ളതുപോലെയാണ്. എഗ്രിമെന്റ് ഒപ്പിടുന്നത് 1536. 2 നൂറ്റാണ്ടുമല്ല, ഏകദേശം 2.5 നൂറ്റാണ്ടിലേറെ മുസ്ലിങ്ങളും ഫ്രാൻസുകാർ തോളിൽ തോൾ നിന്നു, ഒന്നിച്ചു നിന്നു. അവർ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ, ചിലപ്പോൾ ഓർത്തഡോക്സികളും. ഇവർ തോളിൽ തോള് ചേർന്ന് നിന്നു. ഈ കരാർ പിന്നെ തകർക്കപ്പെട്ട ഫ്രഞ്ച് എംപയർ തകരുമ്പോഴാണ്
ഫ്രഞ്ച് എംപയർ തകർന്നതല്ല 1798. എന്നിട്ട് വന്ന ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രാൻസ് എംപയർ തകരുന്നത് 1798 ഈ കരാറ് 1526 യഥാർത്ഥത്തിൽ വരികയും കരാർ ഒപ്പിട്ടത് 1536. 1526 ഫെബ്രുവരിയില് രാജാവിനെ ഫ്രാൻസിസ് ഒന്നാമനെ മോചിപ്പിക്കുന്നതോടുകൂടെ വല്ലാത്തൊരു സ്നേഹബന്ധമുണ്ടായി ഉസ്മാനിയ ഖിലാഫത്തും ആരും തമ്മിൽ, ഫ്രാൻസും തമ്മിൽ. ഉസ്മാനിയ ഖിലാഫത്ത് അന്ന് ഭൂമിയിലെ 60% അവരെ കൂടെ നിൽക്കാനാണ് ഫ്രാൻസിന് താല്പര്യവും. മാത്രമല്ല ഫ്രാൻസ് അന്ന് ഏറ്റവും ഭയപ്പെടുന്ന രാജ്യമാണ് ഇറ്റലി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉസ്മാനികളെ കൂടെ നിന്നാൽ ഫ്രാൻസ് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ആ കരാർ 2.5 നൂറ്റാണ്ടിലേറെ നിലനിന്നു. കരാർ 1526 വന്നതുപോലെയാണ്. 2 രാജാക്കന്മാരും ഒരുമിച്ച് കൂടി ഒപ്പിടുന്ന 1536. 47 ഇയാൾ മരിക്കുന്നു. ആര്? ഫ്രാൻസിസ് ഒന്നാമൻ. അദ്ദേഹത്തിന്റെ മകന്റെ കാലത്തും മകന്റെ കാലത്തും അവസാനത്തെ ഫ്രാൻസ് എംപയർ നശിക്കുന്ന, തകരുന്ന 1798 വരെയും മുസ്ലിങ്ങളും ഫ്രാൻസും തമ്മിൽ ഈ കരാർ നടന്നിട്ടുണ്ട്. അത് കാരണം എന്തുണ്ടായത്? അത് കാരണം ആയിരക്കണക്കായ പള്ളികൾ ഫ്രാൻസിലുണ്ടായി, ആയിരക്കണക്കായ ചർച്ചകൾ ഇവിടെ ഉണ്ടായി. പരസ്പര സ്നേഹം, സഹകരണം. ഇത് പരസ്പരം വിഴുങ്ങുന്ന മതങ്ങളല്ല. ക്രിസ്തുമതവും ഇസ്ലാം പരസ്പരം വിഴുങ്ങുന്ന മതങ്ങളല്ല. ഒന്ന് പഠിക്കുക. ഇന്ന് നമുക്കിടയിലുണ്ടായ ഈ വൈരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ താല്പര്യമുണ്ട്. കാരണം എവിടെ സ്പർദ്ധ ഉണ്ടായാൽ മാത്രമേ ബ്രിട്ടന് മുതലെടുക്കാൻ കഴിയുള്ളൂ. സ്പർദ്ധ ലോകത്തെവിടെയും സ്പർദ്ധ ഉണ്ടാവും അവരാണ്. ഈ കരാർ വന്നതോടുകൂടെ ഉണ്ടായ ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ മതപരമായും സൈനികമായുമുള്ള വലിയ ഒരു ബന്ധമുണ്ടായി. ഈ രാജ്യങ്ങളിലൊക്കെ നീതി നടപ്പിലായി. എന്ന് മാത്രമല്ല, പിന്നീട് വന്ന യുദ്ധങ്ങളിലെല്ലാം അവർ യോജിച്ചു നിന്നു. ഉദാഹരണം പറയാം, ഉസ്മാനികളും ഹംഗറിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഉസ്മാനികളെ കൂടെയാണ് ഉസ്മാനികൾക്ക് വേണ്ടി ഫ്രാൻസ് ഉള്ളത്. സത്യത്തിൽ ഫ്രാൻസും ഹംഗറിയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഉസ്മാനികൾ എന്തിനു വേണ്ടി ഒരുങ്ങുന്നു അതിനുവേണ്ടി ഹംഗറി. അത് പിൽക്കാലത്ത് എന്തുകൊണ്ട് അവരെ വല്യച്ഛൻ രാജാവായ കാലത്ത് 5 കൊല്ലം ജയിലിൽ കിടക്കുമ്പോൾ രക്ഷപ്പെട്ടതാരാ? ആ ഭരണകൂടം നിലനിർത്തിയതാരാ? ഉസ്മാനികൾ. പിൽക്കാലത്ത് ഹംഗറിയും ഉസ്മാനികളും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ഹംഗറിക്കെതിരെ, ക്രിസ്തീയ രാജ്യമായ ഹംഗറിക്കെതിരെ കീഴിൽ യുദ്ധം ചെയ്തത് ആരാണ്? സാക്ഷാൽ ആര്? ഫ്രാൻസുകാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മതപരമായ യുദ്ധങ്ങളല്ല. മതപരമായ യുദ്ധമാണെങ്കിൽ അവരെ കൂടെ നോക്കില്ല. അല്ലെങ്കിൽ ഉസ്മാനികൾ നടത്തിയ മതപരമായ യുദ്ധമല്ല, നീതിക്കുവേണ്ടി യുദ്ധങ്ങളാണ്. ഹംഗറിയുടെ കയ്യിൽ അനീതി. ഹംഗറി പലപ്പോഴും അനീതിയുടെ രാജ്യമായിരുന്നു. ഈ ഹംഗറിയുടെ അനീതി അമർ ചെയ്യാൻ വേണ്ടിയുള്ള യുദ്ധത്തിലാണ് സുലൈമാൻ ഖാൻ വഫാത്താവുന്നത്. മാത്രമല്ല റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആ യുദ്ധത്തിലും ഉസ്മാനികളെ കൂടെ ആരാണ്? ഫ്രാൻസ്. വെനീസിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. വെനീസ് ഉസ്മാനികൾ ആക്രമിച്ചു. അപ്പോൾ തിരിച്ച് ആക്രമിക്കാൻ ഇങ്ങോട്ട് ആക്രമിക്കുക. അപ്പോൾ തിരിച്ചടി കൊടുത്തു വെനീസിന് തിരിച്ചടി കൊടുക്കുന്നതിൽ ഉസ്മാനികളെ കൂടെ ഉണ്ട് ആര്? ഫ്രാൻസ്. തോളോട് തോളിച്ച് ഒരുമ്മി നിന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നാണ് ചരിത്രം. തോളോട് തോളൊരുമ്മി നിന്ന് ഇത് 2.5 നൂറ്റാണ്ട് നടന്നിട്ടുണ്ട്. ഫ്രാൻസിലെ ക്രിസ്ത്യാനികളും ഉസ്മാനി മുസ്ലിങ്ങളും. അവിടെ മുസ്ലിം ക്രിസ്ത്യാനി എന്നൊരു ചേരിതിരിവില്ല. 2 കൂട്ടർ നീതിക്ക് വേണ്ടി ചെയ്യാണ്. അതേപോലെ തന്നെ ഫ്രാൻസിലെ ക്രിസ്ത്യാനികളും ഉസ്മാനി മുസ്ലിങ്ങളും തമ്മിൽ മതപരമായ കരാറുണ്ടാക്കി. പണ്ഡിതന്മാരും അതേപോലെ തന്നെ വലിയ വലിയ ക്രിസ്തീയ മതാധ്യക്ഷന്മാരും അതിനുവേണ്ടി 2.5 നൂറ്റാണ്ട് കാലം വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി പരസ്പരം യോജിച്ച് അതാത് രാജ്യങ്ങൾ നടത്തുന്ന നന്മക്ക് വേണ്ടി കോൺസ്റ്റാന്റിനോപ്പിളിലെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും ക്രിസ്തീയ ചാപ്പൽ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തി കൊടുത്തു. പ്രത്യേകിച്ച് ഫ്രാൻസുകാർക്ക് പ്രൊട്ടസ്റ്റന്റ് ചാപ്പലുകൾ. അവർ പ്രൊട്ടസ്റ്റന്റുകളാണ്. മുസ്ലിം കച്ചവടക്കാർ ഏത് രാജ്യത്തിൽ വന്നാലും അവർക്ക് ഫ്രാൻസിൽ നികുതിയില്ല. ഏത് രാജ്യത്ത് നിന്ന് വരുന്ന മുസ്ലിം കച്ചവടക്കാരായാലും മതി, ഫ്രാൻസിൽ അവർക്ക് നികുതിയില്ല. എന്തുകൊണ്ട്? അവർ ഇസ്ലാമിനെ അത്രയേറെ ബഹുമാനിക്കുന്നു. ആ കാലത്ത് ഖുർആന്റെ ഒരു ഫ്രഞ്ച് വ്യാഖ്യാനം എഴുതാൻ ഫ്രാൻസ് ഉസ്മാനികളെ നിർബന്ധിച്ചു. അങ്ങനെ ബൃഹത്തായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഖുർആന്റെ ഫ്രഞ്ച് വ്യാഖ്യാനം ഉണ്ടാക്കി. ആ ഫ്രഞ്ച് വ്യാഖ്യാനം ഫ്രാൻസിലേക്ക് അയച്ചു കൊടുത്തു. ഇന്നും ഫ്രാൻസിലെ റോയൽ ലൈബ്രറിയിൽ ആ വ്യാഖ്യാനമുണ്ട്. ആരുടെ കാലത്തുള്ള? സുലൈമാൻ ഖാനുവിന്റെ കാലത്ത്. അവർക്ക് ഖുർആൻ പഠിക്കാൻ താല്പര്യം ഉണ്ടായി. അവർ ഇസ്ലാമിന്റെ മതസഹിഷ്ണുതയെ തിരിച്ചറിഞ്ഞു. ഏകദേശ രാജാക്കന്മാരെല്ലാം ഒരു കടമ പോലെ ഈ ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ചു. ഇന്നും ഫ്രാൻസിലെ റോയൽ ലൈബ്രറിയിൽ ആ ഖുർആന്റെ ഫ്രഞ്ച് വ്യാഖ്യാനം, ഒരു പക്ഷേ മറ്റൊരു ഭാഷയിലേക്ക് ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വരുന്നതൊക്കെ ആ ഒരു കാലത്തായിരിക്കും. പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ ഭാഷ. നേരത്തെ ഫാരിസിയിലേക്കും മറ്റൊക്കെ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, ഉറുദുവിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ്. അതേസമയം ഫ്രഞ്ച് അങ്ങനെയല്ല.
ഫ്രഞ്ച് ഭാഷയിലേക്ക് ഖുർആന്റെ വ്യാഖ്യാനം വരുന്നത് സുലൈമാൻ ഖാനൂനിയുടെ കാലത്താണ്. ആരാവശ്യപ്പെട്ടു? ഫ്രാൻസിസ് ഒന്നാമന്റെ കുടുംബം. അങ്ങനെ ഖുർആന്റെ വ്യാഖ്യാനം എഴുതിയിട്ട് ഖുർആൻ ബൃഹത്തായ വ്യാഖ്യാനം പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഫ്രഞ്ചിൽ എഴുതി, എന്നിട്ട് ഫ്രാൻസിലേക്ക് അയച്ചു കൊടുത്തു. അവർ രാജോചിതമായി അത് സ്വീകരിച്ചു. പിന്നെ രാജാവും കുടുംബവും പിൽക്കാലഘട്ടക്കാരും ഒരു നേർച്ച പോലെ, ഒരു വഴിപാട് പോലെ ഇത് ആവർത്തിച്ച് പഠിച്ചു. ഇന്നും ഫ്രാൻസിലെ റോയൽ ലൈബ്രറിയിൽ ഖുർആന്റെ ആദ്യത്തെ ഫ്രഞ്ച് വ്യാഖ്യാനം സൂക്ഷിച്ചിട്ടുണ്ട്. ആരാ ചെയ്തു കൊടുത്തത്? സുലൈമാൻ ഖാനൂനി. ഖുർആനെ കൂടുതൽ അടുത്തറിയാൻ ഇത് ഫ്രാൻസിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കാരണമായി. ഞാൻ പറഞ്ഞില്ലേ, ഫ്രാൻസിസ് ഒന്നാമൻ പൊതുവേ ഒരു കവിയും ചിന്തകനും സാഹിത്യകാരനും ഇതേ താല്പര്യമാണ്. ആര്? സുലൈമാൻ ഖാനൂനിയും. ഫ്രാൻസിസ് ഒന്നാമന്റെ മകനായ ഹെൻറിയുടെ കാലത്തും പിന്നീടും ഒക്കെയുള്ള കാലത്തുമെല്ലാം, പേരമക്കളുടെ കാലത്തുമെല്ലാം ഈ മതപരവും സാംസ്കാരികവും സൈനികവും വ്യാവസായികവുമായ എല്ലാ ബന്ധവും നിറഞ്ഞു നിലനിന്നിട്ടുണ്ട് ഫ്രാൻസും ഉസ്മാനികളും തമ്മിൽ. അത് ഇല്ലാതാക്കിയത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ഇനിഷ്യലി ക്രിസ്ത്യാനി, അത്രയേ ഉള്ളൂ. അതൊരു മോഡേണിസ്റ്റാണ്. മത പോലെ അല്ലാത്തൊരു മോഡേണിസ്റ്റ് ആയിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് മാറിയിട്ടുണ്ട്. ഞാൻ പിന്നീട് പറയാം. നെപ്പോളിയൻ മുസ്ലിമായൊരു കഥയുണ്ട്. കഥയല്ല, സത്യം. നെപ്പോളിയൻ സെൻഹലാസ് ദ്വീപിൽ വെച്ചാണ് മരിക്കണത്. അന്ന് അദ്ദേഹത്തിന്റെ പേര് അലി ബോണപ്പാർട്ടാണ്. ഞാൻ പിന്നീട് പറയാം. എവിടെയെങ്കിലും അത് പറയാൻ അവസരം വന്നാൽ ഞാൻ പറയാം. ഞാൻ ഈ വർഷം അത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, ഒരു ദിവസത്തെ പ്രഭാഷണം. അലി ബോണപ്പാർട്ട് ആ ആളാണ് വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റു ബ്രിട്ടനുമായി. പിന്നീട് ഫ്രാൻസ് എംപയർ തകർത്തതിന് ശേഷം ആദ്യത്തെ ഫ്രാൻസിലെ ഭരണാധികാരിയാണ് ആര്? എംപയർ തകർന്നതിന് ശേഷം ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കാലമാണ് 1700കളുടെ അവസാനം, 1800കളുടെ തുടക്കം. അങ്ങനെ 1800കളിൽ അവസാന തുടക്കത്തിൽ അദ്ദേഹം ബ്രിട്ടനുമായി വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റു. ചില ചതികൾ അദ്ദേഹത്തിനെതിരെ നടത്തി. 200ഓളം യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. വാട്ടർലൂയിൽ തോറ്റപ്പോൾ അദ്ദേഹത്തിന് വലിയ മാനക്കേടായി. ബ്രിട്ടന്റെ മുന്നിൽ അദ്ദേഹം വിധേയനായി. അങ്ങനെ ബ്രിട്ടൻ അദ്ദേഹത്തെ സെൻഹലേനാസ് ദ്വീപിലേക്ക് നാടുകടത്തി. വലിയ ചരിത്രമാണ്. ആ കാലത്ത് അദ്ദേഹം മുസ്ലിമായി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അലി ബോണപ്പാർട്ട്. ഈ വിഷയം പുറത്തുവിട്ടത് ആരാണ്? ഫ്രാൻസ് തന്നെയാണ്. ഈ വിഷയത്തിൽ ഫ്രാൻസിൽ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലി ബോണപ്പാർട്ടിന്റെ പേരിൽ. ഞാൻ പിന്നീട് പറയാം. ഇതിനെല്ലാം കാരണം എന്താ? നീ നെപ്പോളിയന്റെ മനസ്സ് മാറ്റിയതാരാ? ഈ ഉസ്മാനികളുമായി ഉള്ള ബന്ധം. അക്കാലത്ത് മുസ്ലിമുകൾ ധൈര്യം, സ്ഥൈര്യം, മതപരമായ വിശ്വാസം, ദൈവബോധം, മതം. അപ്പോൾ ഖുർആൻ പഠിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. അലി ബോണപ്പാർട്ടിന്റെ പേര് സ്വീകരിച്ചു. അദ്ദേഹം വലിയൊരു പൊക്കല്ലാത്തൊരു ആളാ, വലിയ കഴിവുള്ള ആളാ, യുദ്ധത്തിൽ വലിയ കഴിവാ. അതേ ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വലിയ കഴിവുള്ള ആളാണ്, വലിയ തന്ത്രജ്ഞനാ. ഒന്ന്, വലിയൊരു പൊക്കല്ലാത്ത ആളാണ്. അതുകൊണ്ട് ആ പേര് തന്നെ ആര് സ്വീകരിച്ചു? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അലി ബോണപ്പാർട്ടിന്റെ പേര് സ്വീകരിച്ചു. ഞാൻ പിന്നീട് പറയാം. വലിയ വ്യക്തമായ ചരിത്രരേഖകൾ കൈവശമുണ്ട്. 100% സത്യം. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഒരു മുസ്ലിം ചരിത്രകാരൻ ഇത് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ കണ്ടെത്താൻ എന്ന അത്ഭുതം? എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് മലയാളക്കരയിൽ നടന്നിട്ടുണ്ടെന്നാൽ ഓറിയന്റലിസ്റ്റുകളുടെ ഇംഗ്ലീഷ് ചരിത്രങ്ങളെയാണ് നമ്മുടെ മലയാളി മുസ്ലിം ചരിത്രകാരന്മാർ പകർത്തിയത്. അല്ലെങ്കിൽ സലഫി വഹാബികൾ എഴുതിയ ചരിത്രം. സലഫി വഹാബികൾ ആരെ പകർത്തി? ഓറിയന്റലിസ്റ്റുകളെ. കാരണം ഓറിയന്റലിസ്റ്റ് ലക്ഷ്യം, ഇവർ സലഫി വഹാബികൾക്ക് ഒരു ലക്ഷ്യമാണ്. ഉസ്മാനി വിരുദ്ധതയാണ് ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടായത്. ഉസ്മാനി വിരുദ്ധത തന്നെയാണ് സലഫി വഹാബികൾ ഉണ്ടായത്. ഇതൊക്കെയാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചരിത്രമാണ്. ആരുടെ? സുലൈമാൻ ഖാനൂനി. ഞാൻ അദ്ദേഹത്തിന്റെ കാലത്തെ ഉണ്ടായ നിർമ്മിതികളൊക്കെ ഞാൻ നാളെ പറയും ഇൻഷാ അല്ലാഹ്. സുലൈമാൻ ഖാനൂനി ഒരു മാഗ്നിഫിഷ്യന്റ് അല്ലേ, വലിയൊരു അതിശയ വ്യക്തിത്വമാണ്. അത് പറയാൻ നാളെ ഞാൻ ഇതിനെ ബാക്കി പറയും. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റൊക്സലാനാണ് ഭാര്യ. പിന്നീട് അവർ മുസ്ലിമായി ഉറം സുൽത്താന എന്ന പേര് സ്വീകരിച്ചു. ആ മഹദിയുടെ കാലം 1502 മുതൽ 1558 വരെ. 494 കാനൂൻ ജനിക്കുന്നത്. അപ്പൊ കാനൂനേക്കാൾ 8 വയസ്സ് ഇളയവളാണ് ഇവരാണ് ഇവർ. മനസ്സിലായില്ലേ? ഇവരുടെ പേര് റോക്സലാനാണ്. റോക്സലാന. ഇവരൊരു ക്രിസ്ത്യ സ്ത്രീയാണ്. ഇവരുടെ അച്ഛൻ ഉക്രൈനിലെ ഓർത്തഡോക്സ് സഭയുടെ ഒരു പാതിരിയായിരുന്നു, ഒരു പുരോഹിതൻ. ഈ പെൺകുട്ടി ഏറ്റവും കൂടുതൽ പഠിച്ചത് ചർച്ചിൽ പാട്ടുപാടാനാണ്. നല്ല പാട്ട് പാടും, നല്ല മനോഹരമായി പാട്ട് പാടും. പിൽക്കാലത്ത് കല്യാണം കഴിച്ചിട്ട് രാജാവിനെ അവരെ കൊണ്ട് പാടിക്കുന്നുണ്ട്. പാടുന്നതെല്ലാം ക്രിസ്തീയ പാട്ടുകളാണ്. രാജാവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികളുമായി വലിയ സൗഹൃദത്തിലാണ് ആര്? രാജാവ്. ഇനി ഉണ്ടായ സംഭവം എന്തെന്നാൽ ഇവരെ ഉക്രൈനിൽ റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതനാണ് ഇവര്. റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതനാണ് ഇവര്. 1520 ക്രിമിയയിലെ താർത്താറുകൾ ഇവരെ ഗ്രാമം ആക്രമിച്ച് കൂട്ടക്കൊല നടത്തി.
സ്ത്രീകളെ ബന്ദികളാക്കി അടിമകളാക്കി. ആ കൂട്ടത്തിൽ താർത്താരികൾ, മുസ്ലിങ്ങളല്ല താർത്താരികൾ നിങ്ങൾക്കറിയാലോ. താർത്താരികൾ എന്ന് പറഞ്ഞാൽ മംഗോളിയക്കാർ, ഒരു നിലക്ക് മംഗോളിയം ബന്ധപ്പെട്ട ആളുകളും. മംഗോളിയ റഷ്യയുടെ ഇങ്ങേ ഭാഗം, ചൈനയുടെ അങ്ങേ ഭാഗം. ഈ ലോകത്തിന്റെ ഒരു പ്രത്യേക ഭാഗം എന്ന് പറഞ്ഞാൽ അവരാ. അതായത് ചൈനയോട് ബന്ധപ്പെട്ട ഒരു ലോകം, പിന്നെ അത് നേരെ എങ്ങോട്ട് കയറും, മംഗോളിയയിലേക്ക്. പിന്നെ റഷ്യയുടെ ഒരു ഭാഗം, അത് സൈബീരിയ വരെ നീളും. അവരുടെ പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പതിഞ്ഞ മൂക്ക്, ചെറിയ നാമമാത്രമായ കണ്ണ് വല്ലാതെ തുറക്കൂല, മുഖം കുറച്ച് ഇങ്ങനെ വികൃതമായി നീണ്ടത് ഒരു ലേശം. ഇതൊക്കെയാണ് മംഗോളിയക്കാര്, താർത്താരികൾ. ഇവരുടെ ഗ്രാമത്തിൽ, ക്രിമിയയിലെ ഇവരുടെ ഗ്രാമത്തിൽ താർത്താരികൾ 1520 അന്ന് അവർക്ക് എത്ര വയസ്സുണ്ട്? 18. റോക്സലാനയുടെ ഗ്രാമത്തിൽ ആക്രമിച്ചു. അങ്ങനെ പലരെയും കൊന്നു. സുന്ദരിമാരായ പെൺകുട്ടികളെ അടിമകളാക്കി. അങ്ങനെ അടിമകളാക്കിയിട്ട് അവർ കൊണ്ടുവന്നിട്ട് പോളിഷ് കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ പോളണ്ടിലെ പല പ്രമാണികളുടെയും വീട്ടിൽ ഇവര് അടിമപ്പണി എടുത്തു. വലിയൊരു പുരോഹിതന്റെ മകളാണ് ആര്? റോക്സലാന. മനസ്സിലായില്ലേ? ഈ കാലത്ത് അവർ പോളിഷ് ഭാഷ ശരിക്ക് പഠിച്ചു. വലിയ ഭാഷ പരിജ്ഞാനമുള്ള സ്ത്രീയായിരുന്നു റോക്സലാന. അതായത് പോളിഷ് ഭാഷ അറിയും, ഉക്രൈനിലെ അവരുടെ സ്വന്തം ഭാഷ അറിയും, പിന്നെ യൂറോപ്പിന്റെ പല ഭാഷകളും അറിയും. ആ കാലത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഖാനിയുടെ ഉമ്മയാണ് ഹഫ്സ സുൽത്താന. അവര് ഒരിക്കൽ കിഴക്കൻ യൂറോപ്യൻ പ്രദേശത്തിൽ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോ ഒരു പെൺകുട്ടിയെ കച്ചവടത്തിന് വെച്ച് കണ്ടു. കിഴക്കൻ യൂറോപ്പിനൊക്കെ ഇവര് രാജ്യമല്ലേ, കിഴക്കൻ യൂറോപ്പിന് ഇവര് രാജ്യമാണ് സ്വാഭാവികം. അപ്പൊ ആ രാജ്യത്ത് ഇവരൊരു എന്താ പറയാ, ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറെ അടിമകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ അതിസുന്ദരിയായ കണ്ടാൽ തറവാട്ടുകാരിയായ പെൺകുട്ടിയെ വിൽപ്പനച്ചിട്ടുണ്ട്, അടിമപ്പെണ്ണ്. അപ്പോൾ ഹഫ്സ സുൽത്താന ആരാ? സലീം ഒന്നാമന്റെ ഭാര്യ. ആരുടെ ഉമ്മ? സുലൈമാൻ ഖാനിയുടെ ഉമ്മ. ആ കുറെ അടിമകളെ വാങ്ങിയ കൂട്ടത്തിൽ ഈ ഒരു ക്രിസ്ത്യ പെൺകുട്ടിയും വാങ്ങി കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ഒന്ന് സൗന്ദര്യമുള്ള കുട്ടിയാണ്, കണ്ടാൽ നല്ല ആഭിജാറ്റം തോന്നുന്നുണ്ട്, പിന്നെ അനുസരണ തോന്നുന്നുണ്ട്. കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒക്കെ ഉള്ള പണികൾ ഏൽപ്പിച്ചാൽ, അതായത് കൊട്ടാരമാകുമ്പോൾ ഒരു ക്വാളിറ്റിക്ക് താഴെയുള്ള ആളെയൊന്നും കൊട്ടാരത്തിൽ അങ്ങനെ ജോലിക്കാരിയായി നിർത്തൂല. എന്തുകൊണ്ട്? വിവിധ രാജ്യങ്ങളിൽ വിവിധ ആളുകളൊക്കെ വരുന്നതാണല്ലോ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഒരു അടിമപ്പെണ്ണായി ഒരു ജോലിക്കാരിയായി നിർത്താൻ പറ്റിയ ഒരു കുട്ടിയാണിത്. ഒരു നല്ലൊരു മുഖശ്രീത്വമുണ്ട്, നല്ലൊരു സൗന്ദര്യമുണ്ട്, ഒരു ആഭിജാത്യ മുഖത്ത് തുളുമ്പുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയെ അടിമയാക്കി വാങ്ങിക്കൊണ്ടുവന്നു. ആ പെൺകുട്ടിയെ അങ്ങനെ കൊട്ടാരത്തിൽ കുറച്ച് ദിവസം ജീവിച്ചപ്പോൾ ആ പെൺകുട്ടി മുസ്ലിമത്തായി. അതായത് ജീവിതത്തില് തന്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് വരെ, തന്റെ 18ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെയും വേദന മാത്രമാണ് ഈ സ്ത്രീ അനുഭവിച്ചത്, അതും സ്വന്തം മതക്കാരിൽ നിന്ന്. അതേസമയത്ത് ഹഫ്സ സുൽത്താനയുടെ അടിമയായി ആരാ? ഹഫ്സ സുൽത്താനക്ക് ഇവരെ വിറ്റത് പോളിഷ് പ്രമാണിമാര്. അവരാരാ? ക്രിസ്ത്യാനികള്. ഈ കുട്ടി ആരാ? ക്രിസ്ത്യാനി പെണ്ണ്. അങ്ങനെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അടിമയുടെ പരിഗണനയല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അതങ്ങനെയാണ്. താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ അടിമ കൊടുക്കണം, അടിമേനെ വിളിക്കാൻ പാടില്ല. ലാ തഖൂലു അബ്ദി വലാകിൻ ഖൂലു ഫതായ. ഹബീബ റസൂലുള്ളാഹി അതൊക്കെ പറയുമ്പോ നമ്മൾ കരിഞ്ഞു. അടിമേനെ ഒരിക്കലും വിളിക്കാൻ ഇസ്ലാം അംഗീകരിക്കില്ല. അടിമ ആര് മാത്രം? ആരുടെ അടിമ? അടിമ. ലാ തഖൂലു, നിങ്ങളെ വീട്ടിലെ ജോലിക്കാരെ നിങ്ങൾ അടിമേന്ന് വിളിക്കരുത്. വലാകിൻ ഖൂലു ഫതായ, വലിയക്കാര, യുവാവേ. ഫത എന്ന വാക്ക് വലിയൊരു ബഹുമാനമുള്ള വാക്കാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം. അതിൽ കൗഫിൽ പറഞ്ഞത് ഫതായുടെ ബഹുവചനമായ ഫിത്യത്ത്. ഫത ചെറുപ്പക്കാർ, ഫത വലിയക്കാരൻ, ചെറുപ്പക്കാരൻ. യാ ഫതായ, ഏ ചെറുപ്പക്കാര. അങ്ങനെ പറയാ. എന്ത് പറയാൻ പാടില്ല? അടിമേന്ന് പറയുക. യാ ഉഖ്തി, അങ്ങനെ പറയാൻ പാടുള്ളൂ പെണ്ണിനെ, സഹോദരിയെ. അല്ലാതെ എന്ത് പറയരുത്? അടിമപ്പെണ്ണെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഈ നിയമങ്ങൾ, രീതികളൊക്കെ പാലിക്കുന്നവരാണ് ഇവർ. ഒരു ഇസ്ലാമിക ഈമാനും ഇസ്ലാമും ശരിയാത്തും ത്വരീഖത്തൊക്കെ ഉള്ള ആളുകളല്ലേ, വലിയ മര്യാദക്കാരല്ലേ. കൊട്ടാരത്തിലെ ഈ രീതികൾ കണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ സ്ത്രീ എന്തായി? റോക്സലാന എന്ന ഈ പെൺകുട്ടി പിന്നീട് അവർ മുസ്ലിമത്തായി ഖുറം എന്ന പേര് സ്വീകരിച്ചു. ഖുറം എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ ആഭിജാത്യത്തിലും അതിന്റെ കഴിഞ്ഞ കാല ചരിത്രത്വം പഠിച്ചപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന താല്പര്യം സുൽത്താനുണ്ടായി. സുൽത്താൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടി അപ്പോര കഴിവുള്ള സ്ത്രീയാ. അതുകൊണ്ട് സുൽത്താന എന്ന പേര് പിന്നീട് നൽകി. അന്ന് സുൽത്താൻ വേറെ ഭാര്യമാരുണ്ട്, അവർക്കൊന്നും ആ അധികാരം നൽകിയില്ല. ഈ രാജാക്കന്മാരൊക്കെ ഹിന്ദു രാജാക്കന്മാരാണെങ്കിൽ അവർ പട്ടമഹിഷി സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനം കൊടുക്കും. ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കായിരിക്കും പട്ടമഹിഷി സ്ഥാനം. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാര്യയ്ക്കൊരു വല്ലാത്ത അധികാരം, അതിനാണ് പട്ടമഹിഷി എന്ന് പറയാം. അറബികളാകുമ്പോൾ സുൽത്താന, ബാക്കിയുള്ള ഭാര്യമാരായിരിക്കും. സുൽത്താന്റെ ഭാര്യ സുൽത്താന സ്ഥാനം ഇവർക്ക് മാത്രം. ഞാൻ നേരത്തെ മാരാ പ്രൊങ്കോവിച്ചിനെ പറ്റി പറഞ്ഞത് അവർ സുൽത്താനയാണ്, റാണി. അതുകൊണ്ടാണ് സുൽത്താന സ്ഥാനമാണ് അവർക്ക്.
സുലൈമാൻ ഖാനൂനിയുടെ കൊട്ടാരത്തിൽ സുൽത്താന സ്ഥാനം ഖുറമിനാണ്. ഖുറം നേരത്തെ ആരാണ്? റൊക്സലാനാണ്, ക്രിസ്തീയ പെണ്ണ്. അങ്ങനെ അതുമുതൽ ചരിത്രത്തിൽ ഇവർ ഖുറം സുൽത്താന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സ്ത്രീ അപാര കഴിവായി സ്ത്രീക്ക്. അതായത് ഒരേ സമയത്ത് ഈ സ്ത്രീ പാട്ടുകാരിയാണ്, നല്ല പാട്ടുകാരിയാണ്. അതേ സമയത്ത് യൂറോപ്യൻ ഭാഷകളൊക്കെ വശമുണ്ട്. അക്കാലത്ത് യൂറോപ്പിലെ പല നാടുകളിലേക്കും സുൽത്താൻ കത്തയക്കുന്നത് ഇവരാ കത്തയക്കുക. ഇവർ പറഞ്ഞു കൊടുക്കും, സുൽത്താൻ പറഞ്ഞു കൊടുക്കും, ഇവരാണ് ദ്വിഭാഷി വേണ്ടി വരുന്നിരുന്നു ഈ വിഷയത്തിൽ, ഇനി ദ്വിഭാഷി വേണ്ട, ഞാൻ ഖുറമിനാലൊക്കെ അറിയും. ഇതൊക്കെ ഒരുപക്ഷെ സുൽത്താൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഒന്ന്. രണ്ട്, അന്ന് ഭൂമിയിലെ 60% കയ്യിലുള്ള ഒരാൾക്ക് ഒരു അടിമപ്പെണ്ണിനെ, കൊട്ടാരത്തിലെ അടിമപ്പെണ്ണിന് ആവശ്യമില്ല, കെട്ടേണ്ടയില്ല. യൂറോപ്പിലെ അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏതൊരു പ്രഭുവിന്റെയും ഏതൊരു രാജാവിന്റെയും സുന്ദരിയും സുശീലും ചെറുപ്പക്കാരിയുമായ പെണ്ണിനെ കെട്ടാനുള്ള കഴിവുള്ള ആളാണ് ആര്? രാജാവ്. പക്ഷേ രാജാവ് കിട്ടത് അടിമപ്പെണ്ണിനാണ്. എന്തുകൊണ്ട്? കഴിവുണ്ട്. കേവലം സൗന്ദര്യമല്ല പരിഗണിച്ചത്. ഒന്ന്. രണ്ട്, തിക്താനുഭവത്തിന്റെ ഒരു വലിയ കാലഘട്ടം ഈ കുട്ടിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിന് ആ പെൺകുട്ടി തന്നെ അയവിറക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ സന്തോഷകരമായ കാലം 2 കാലമാണ്. ഒന്ന്, ഉക്രൈനിലെ അച്ഛന്റെ മോളായി ജീവിച്ചിരുന്ന കാലം. പിന്നെ ഉസ്മാനിയ ഖലീഫ് ഖിലാഫത്തിന്റെ കൊട്ടാരത്തിൽ വന്ന ശേഷം അതിനിടയിലുള്ള എന്റെ ജീവിതകാലം ഏറെ പ്രയാസകരമായിരുന്നു എന്ന് ഖുറം സുൽത്താനെ തന്നെ അനുസ്മരിക്കുന്ന ചരിത്രാവശിഷ്ടങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതൊക്കെ പഠിക്കണം എന്ന് പറയാൻ കാരണം ഇന്നും ആ ചരിത്രം കിട്ടും. അങ്ങനെ ഇവരെ കല്യാണം കഴിച്ചു. ആര്? സുലൈമാൻ ഖാനൂനി റഹ്മത്തുള്ളാഹി അലൈഹി കല്യാണം കഴിച്ചു. സുൽത്താന എന്ന സ്ഥാനം നൽകി. ഈ സ്ത്രീയെ പറ്റി നമ്മൾ പഠിക്കണം. ഈ സ്ത്രീ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഖ്ലിസത്ത, ഭയങ്കര മഹദിയ ഈ സ്ത്രീ. അതായത് വലിയ മഹദി എന്ന് പറഞ്ഞാൽ വല്ലാത്ത മഹദിയ. ഇവരുടെ പ്രത്യേകതകൾ എന്തെന്നാൽ ഇവര് സുൽത്താന എന്ന അധികാരം വന്നപ്പോൾ ഇവർക്ക് ഖജനാവിൽ പ്രത്യേക അധികാരമുണ്ട്. ദിവസേന 10,000 സ്വർണ്ണനാണയങ്ങൾ ദാനം ചെയ്യും. ഖുറം സുൽത്താനൊക്കെ അധികാരം വന്നപ്പോൾ ദിവസേന അർദിൻ ഡെയിലി 10,000 സ്വർണ്ണ നാണയങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കും. ആര്? ഖുറം സുൽത്താൻ. ഇവരെ വല്ലാത്ത ഇഷ്ടമാണ് ചക്രവർത്തിക്ക്, ഖലീഫക്ക്. ഇവര് 1558 മരിച്ചിട്ടുണ്ട്. സുൽത്താൻ മരിക്കണ 66. ഈ 8 വർഷം സുൽത്താൻ ദുഃഖിതനായി ജീവിച്ചു. ആര് മരിച്ചേര്? ഖുറം സുൽത്താൻ മരിച്ചേര്. സുൽത്താൻ മരിക്കണതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി വരിക. സുൽത്താൻ മരിക്കുന്നത് വിയന്നയുടെ പരിസരത്ത് വെച്ചാ, ഹംഗറി. എന്നാൽ സുൽത്താന്റെ ഖബറുള്ളത് എവിടെയാ? സുൽത്താന്റെ ഖബറുള്ളത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. അതിന് കാരണം എന്താ? 1558 റൊക്സലാന എന്ന ഈ ഖുറം സുൽത്താന വഫാത്തായപ്പോൾ അവരെ സുലൈമാനി മസ്ജിദിന്റെ അങ്കണത്തിൽ അമർവീത്. രാജാവ് തന്നെ മുന്നിൽ നിന്ന് സുലൈമാൻ ഖാനൂൻ ഉണ്ടാക്കിയ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഏറ്റവും വലിയൊരു പള്ളിയാണ് ഏത്? സുലൈമാനി മസ്ജിദ്. ആ സുലൈമാനി മസ്ജിദ് അങ്കണത്തിലാണ് ഖുറം സുൽത്താനയുടെ ഖബർ. അവരെ തൊട്ടടുത്ത് കിടക്കണമെന്നായിരുന്നു ആഗ്രഹം. ആർക്ക്? രാജാവിന്. സുൽത്താൻ മരിക്കുന്നത് ഏകദേശം ഇവിടെ നിന്നാണ്. ഇവിടെ ഇന്നത്തെ ഹംഗറി അല്ല, അന്നത്തെ ഹംഗറി. ഇന്നത്തെ ഹംഗറി വളരെ വലുതായ ഹംഗറിയാണ്. ഇന്നത്തെ ഓസ്ട്രിയ, ഹംഗറി, സ്ലൊവേനിയ അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. ഇതാണ് വിയന്ന. ഈ വിയന്നയിൽ നിന്ന് സുൽത്താന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നു എങ്ങോട്ട്? കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തിന് എന്തൊക്കെ രാജ്യങ്ങൾ കിടക്കണം? സ്ലൊവേനിയ കിടക്കണം, ഓസ്ട്രിയ കിടക്കണം, ഹംഗറിയുടെ ബാക്കി ഭാഗം കിടക്കണം, റൊമേനിയ കിടക്കണം, ബെൽജിയത്തിലെ ഏരിയ കിടക്കണം. അങ്ങനെ നേരെ കൊണ്ടുവന്ന് ബെൽഗ്രാഡ് കിടക്കണം, സോഫിയ, ബെൽഗ്രാഡ്, ഇതൊക്കെ മുറിച്ച് കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏകദേശം 1.5 മാസം എടുക്കേണ്ടി വന്നു. പക്ഷെ സുൽത്താന് ഇതിൽ കണിശമായ താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഖുറം സുൽത്താനയുടെ തൊട്ടടുത്ത് കിടക്കാനുള്ള മോഹം. എന്നാൽ ഈ സ്ത്രീ അടിമപ്പെണ്ണുമാണ്. പക്ഷെ ഇവരാരാ? ഇവരൊരു മഹദിയാണ്. മക്ക, മദീന, ഖുദ്സ് ഈ 3 പ്രദേശങ്ങളിലും അവര് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അനവധിയാണ്. ഇവര് എന്ന് മാത്രമല്ല, ഇവർ ചെയ്ത അത്ഭുതമായ കാര്യങ്ങൾ എന്തെന്നാൽ അവര് ഖലീഫയുടെ കിച്ചൺ ഉണ്ടാക്കി. ഖലീഫയുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏതൊരു നാട്ടിലും പട്ടിണി കിടക്കുന്ന ആൾക്ക് അവിടെ വന്ന ഭക്ഷണം കിട്ടും. മക്കയിലും മദീനയിലും ഖുദ്സിലും കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ആദ്യം നടപ്പിലാക്കിയത്. പക്ഷേ പിന്നത് ലോകത്തെ 60ഓളം ഭൂമിയുടെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലെ 60% നിൽക്കുന്ന ഉസ്മാനി ഖലീഫത്തിന്റെ മൊത്തം കീഴിലും ഈ തബറുഇ കിച്ചൺ, ഖലീഫയുടെ കിച്ചൺ. എന്ത്? അവിടെ വന്നാൽ ആർക്കും ഭക്ഷണം കിട്ടും, നാട്ടിലെ പട്ടിണി നടക്കാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ഖുറം സുൽത്താനയാണ്. ലോകരാജ്യങ്ങളിൽ മുഴുവനും അന്ന് പട്ടിണി ഇല്ലാതാക്കി. എന്ന് മാത്രമല്ല, 100 കണക്കിന് പള്ളികള്, മദ്രസകള്, സത്രങ്ങള്, 100 കണക്കിന് പള്ളികൾ ഖുറം സുൽത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മക്കയിൽ, മദീനയിൽ, ജെറുസലേമിൽ
നൂറുകണക്കിന് പള്ളിയും മദ്രസകളും ഒക്കെ മാറ്റി ഉണ്ടാക്കിയത്. ലോകത്ത് കേട്ടുള്ളൂ അദ്ദേഹം അവരുടെ ഒരു പ്രത്യേകത. അവർ ലോകം ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ആദ്യത്തെ സ്ത്രീകളെ ആശുപത്രി കൊണ്ടുവന്നത് ഖുറം സുൽത്താൻ. ലോകത്ത് ഓൾ ഓഫ് ദി വേൾഡ് ആവർത്ത് പാസാരി എന്ന പേരിൽ അത് സ്ഥാപിച്ചത് ഇസ്താൻബൂളിലാണ്. അതിന്റെ ഫൗണ്ടർ അത് സ്ഥാപിച്ചത് ഖുറം സുൽത്താനയാണ്. നേരത്തെ റൊക്സലാന എന്ന ക്രിസ്തീയ സഹോദരിയാണ്. പിന്നെ ക്രിസ്ത്യാനികളുടെ രാജ്യങ്ങളിൽ തന്നെ അടിമകളാക്കപ്പെട്ട ഒരു പാതിരിയുടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള പുരോഹിതന്റെ മകളായിരുന്നു അവര്. 1502 ജനിച്ചു. റൊക്സലാന ചർച്ചിലെ പാട്ടുകാരിയായിരുന്നു. അതിമനോഹരമായ ശബ്ദത്തിനുടമയാണ്. അതിവിശിഷ്ടമായ ഭാഷകൾ വശമുള്ള വലിയ ജ്ഞാനമുള്ള ആളായി. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഇതിന്റെ പേര് കൊട്ടാരത്തിൽ മുറുമുറുപ്പുണ്ടായിരുന്നു. എന്തിന്? ഒരു അടിമപ്പെണ്ണിന് ഇത്ര വലിയ സ്ഥാനം കൊടുക്കണില്ല. രാജാവിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ രാജാവിനോട് അറിയിക്കുന്ന ഒരു ചരിത്രശകലം കിട്ടാനുണ്ട്. എന്റെ രാജാവേ, ആ പഴയ ക്രിസ്ത്യാനി പെണ്ണ് നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു പോയല്ലോ എന്ന് വേദനയോട് കൂടെ പ്രധാനമന്ത്രി പറയാണ്. ആരോട്? സുലൈമാൻ ഖാനൂനിയോട്. എന്നാൽ എന്താ കാരണം? അത്ര വലിയ സ്നേഹബന്ധം. ഞാൻ പറഞ്ഞില്ലേ, വിയന്നയിലെ തോർബുക്ക് എന്ന പ്രദേശത്താണ്, അതായത് വിയന്നയുടെ പരിസരത്തുള്ള തോർബുക്ക് എന്ന പ്രദേശത്താണ് സുലൈമാൻ ഖാനൂനി വഫാത്താവുന്നത്. അവിടെ നിന്ന് ഏകദേശം 1.5 മാസം എടുത്തു കുതിരവണ്ടിയിൽ അദ്ദേഹത്തിന് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് മുഴുവനും എടുത്തിട്ട് അവിടെ മറവിയിട്ടു. സുലൈമാൻ ഖാനൂനിക്ക് 2 മക്ബറയാണ്. ഒന്ന് വിയന്നയിൽ, ഒന്നോ ഇസ്താൻബൂളിൽ. ഒന്ന് വിയന്നയിൽ, ഒന്ന് ഇസ്താൻബൂളിൽ. ഇത് രണ്ടും സിയാറത്ത് കേന്ദ്രങ്ങളാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾ സിയാറത്ത് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരാൾ ചരിത്രത്തിലില്ല. ചരിത്രത്തിൽ സുലൈമാൻ ഖാനൂനിയെ പോലെ ഇല്ല. ഭൂമിയുടെ 60% അടക്കി ഭരിച്ചൊരു സുൽത്താൻ ലോക ചരിത്രത്തിലില്ല. ഇല്ല. അതോടുകൂടെ നീതിമാനുമാണ്. ഒരു അംബാസഡറെ ഹംഗറിക്കാർ കൊന്നതിനാണ് അവസാന യുദ്ധത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഡോക്ടർമാരാണ്, 72 വയസ്സാ. അദ്ദേഹത്തോട് ഡോക്ടർമാർ പറയുന്നുണ്ട്, പോകരുത്, നിങ്ങൾക്ക് വയസ്സ് കൂടിയില്ല, എങ്കിലും നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നീതിയുടെ ദൂതനെ കൊല ചെയ്യപ്പെടുകയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇതിന്റെ പര്യവസാനം എന്താണ്? ഞാൻ യൂറോപ്പിനെ കാണിച്ചു കൊടുക്കുക. അവസാനം 72ാമത്തെ വയസ്സിൽ യുദ്ധത്തിന് പോവാ. ആ യുദ്ധത്തിനെ മരിക്കണത്. അതും ശത്രുക്കൾ കൊല്ലല്ല. അപ്പൊ എത്ര വയസ്സായി? അങ്ങനെ തമ്പിൽ കിടന്ന് മരിച്ചു. വസിയത്ത് നേരത്തെ ഉണ്ടായിരുന്നു. എന്ത് ഇവിടെ മറവിയാണ് അങ്ങനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വസിയത്ത് അത്ഭുതമാണ്. അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ അത്ഭുതമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി പക്ഷികൾക്ക് നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ലോകത്താദ്യമായി കുതിരകൾക്ക് നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ലോകത്തെ ആദ്യത്തെ നഗരസഭാ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. നാളെ വായിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്തുപേര് അറിയപ്പെട്ട് ഖാനൂൻ നിയമം, ഖാനൂനി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ. ലോകത്താദ്യമായി പക്ഷികൾക്ക് നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ചുമടെടുക്കുന്ന മൃഗങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായി 24 മണിക്കൂർ ചുമടെടുക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ലോകത്തെ നിയമം. ഇന്ന് പോലും ആ നിയമം പാലിക്കപ്പെടുന്നില്ല. ആ നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണമെന്ന നല്ല റാഹത്ത് എടുക്കണം. ഒരു ചുമടെടുക്കണം. ഒന്ന് ചുമട് നിയമങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ഒരു ചുമടെടുത്താൽ അതിന് പ്രയാസപ്പെട്ടു പോകാൻ പറ്റാത്ത ചുമട് മാത്രമേ ഒരു മൃഗത്തിന്റെ മേൽ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമം ഉണ്ടാക്കിയ ചരിത്രത്തിൽ ആദ്യമായി ഖാനൂനിയാണ്. മുനിസിപ്പാലിറ്റി നിയമം ലോക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. അലസമായ ഒരു സ്ഥാനത്ത് ഒരു പൊതു റോട്ടിൽ അലസമായ ഒരു സാധനം എറിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന നിയമം ഉണ്ടാക്കിയത് ഖാനൂനിയാണ്. ഇത് നടപ്പിലാക്കിയത് യൂറോപ്പിൽ അദ്ദേഹം നടപ്പിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, കിഴക്കൻ യൂറോപ്പ് മുഴുവൻ അദ്ദേഹത്തിന് കയ്യില, പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ഏകദേശ ഭാഗവും. ഇന്നിപ്പോ നമ്മൾ ക്ലീൻ സിറ്റി ആയിട്ട് യൂറോപ്യൻ സിറ്റികൾ പോയി കണ്ടിട്ട് നമ്മൾ പറയും ഭയങ്കര ക്ലീൻ സിറ്റിയാണ്. ഈ ക്ലീൻ സിറ്റി അവർക്ക് നൽകിയതാരാ? സുലൈമാൻ ഖാനൂനി. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ അമേരിക്കൻ പാർലമെന്റിൽ 23 പ്രഗത്ഭരായ ലോക ചരിത്രം കണ്ട 23 ആളുകളുടെ പ്രതിമകളിൽ ഒരു പ്രതിമ സുലൈമാൻ ഖാനൂനിയുടേതായിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അദ്ദേഹത്തിന്റെ ശൗര്യം കാരണമാണ് വില്യം ഷേക്സ്പിയർ മർച്ചന്റ് ഓഫ് വെനീസില് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ ജയിക്കുക എന്നത് അഭിമാനകരമാണെന്ന് മുദ്രണം ചെയ്തത്. പറഞ്ഞത് നടന്നിട്ടില്ല. പക്ഷെ ഒരു പ്രിൻസ് പറയാണ്, ഞാൻ 3 യുദ്ധങ്ങളിൽ സുലൈമാൻ ഖാനൂനിയെ തോൽപ്പിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഒരാൾ സുലൈമാൻ ഖാനൂനിയെ തോൽപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ചരിത്രം. ഇവർ ഷാഫിഈകളാണ്, ഇവർ സുന്നികളാണ്, ഇവർ നഖ്ശബന്ദി തുരീഖത്തുകാരാണ്, ഇവർ അശ്അരി അഖീദനുസരിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തമ്മാടികളായ സലഫി വഹാബികൾക്ക് ഇവരെ പറ്റി പറയാന്നുള്ളത് ഒരു ചതുർത്ഥിയാണ്. അപ്പൊ എന്താ നഷ്ടപ്പെട്ടത്? ലോക ഇസ്ലാമിക സംസ്കാരത്തിന്റെ പകുതി ഭാഗവും 3/4 ഭാഗവും നഷ്ടപ്പെട്ടു പോയി. സുന്നി പണ്ഡിതന്മാരോ അരക്കാശിന് കൊള്ളാത്തവരായി.
സുന്നി പണ്ഡിതന്മാർക്ക് എന്താ പണി? മെഹ്റാബിന്റെ താഴെ ഇരുന്നിട്ട് സലഫി വഹാബികൾക്ക് വേണ്ടി ഊതുക. ഒരു പുതിയ പോളറൈസേഷനാണ് നടക്കുന്നത്. ആ പോളറൈസേഷൻ സത്യമാണ്. ആ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അൽ ഖദീമു സ്വാലിഹ് വൽ ജദീദുൻ നാഫിഉ, അതാണ് പോളറൈസേഷൻ. അൽ ഖദീമു സ്വാലിഹ് വൽ ജദീദുൻ നാഫിഉ, പഴയകാല നന്മകൾ തിരിച്ചു വരിക, എന്നാൽ പുതിയ നന്മകളെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക. ആ പോളറൈസേഷൻ ഇവിടെ നടക്കും, യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ സുന്നി മതവിദ്യാർത്ഥികൾ ചരിത്രത്തിലെ 10 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതമാരായ ചരിത്ര സമ്രാട്ടുകളാവുമെന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ തുടക്കമാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ പണ്ഡിത വിദ്യാർത്ഥികളുണ്ട്. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. ആ ചരിത്രത്തിന്റെ ബാക്കിയൊന്ന് പറയണം, ഇതിങ്ങനെ പറയണം, അത് എവിഡൻസ് എവിടെ കിട്ടും എങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഒരു കാര്യം അവർക്ക് അറിയാം, അവർക്കൊരു ഊർജ്ജസ്വലതയുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സ്വത്വത്തെ തിരിച്ചറിയുന്നത് ഇവിടെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ദോഷം ഉണ്ടാക്കില്ല, നന്മ ഉണ്ടാക്കും. എന്തുകൊണ്ട്? പുതിയ സലഫി ടെററിസം മതങ്ങൾക്കിടയിൽ വൈഭിന്യതയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പഴയകാല നന്മകൾ എല്ലാം തോളോട് തോൾമ ചേർന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങളെയും മതങ്ങളെയും സംസ്കാരങ്ങളെയും പുലർത്തുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം മനുഷ്യരാണ്, ഞങ്ങളെല്ലാം നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണെന്ന അടിസ്ഥാന ബോധം അക്കാലത്ത് ഹിന്ദുവിനുമുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, മുസ്ലിമിനുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, യൂറോപ്പിൽ യുദ്ധം നടന്നപ്പോൾ ഫ്രാൻസുകാർ കൂടുന്നത് അതൊരു റിലീജിയസ് വാറല്ല, പകരം എന്തിനു വേണ്ടിയാണ്? ഫോർ ജസ്റ്റിസ്. യുദ്ധം നടക്കുന്ന നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഫ്രാൻസ് തോളോട് തോൾ ചേർന്നു, ചിലപ്പോൾ സെർബിയ ചേർന്നു. ഇങ്ങനെ സെർബിയ ചേർന്ന സംഭവം ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് മനുഷ്യന് മതം തന്നെ മതം, പക്ഷെ ആ മതം അവൻ എന്തിനു വേണ്ടിയാണ്? നീതിക്ക് വേണ്ടിയാണ്. ഒരു നീതിമാനായ മുസ്ലിമിനോട് സഹകരിക്കാൻ നീതിമാനായ ക്രിസ്ത്യാനിക്ക് ഒരു മടിയില്ല. ഇന്ന് നീതി അനീതി നോക്കണില്ല. ഇന്ന് ആ സംഘടന ഈ സംഘടനയിൽ തന്നെ ഉൾപ്പാർട്ടികൾ. ഇന്നത്തെ പ്രശ്നമാണ്. ഇന്ന് നീതി അംഗീകരിക്കാൻ മതസംഘടന പോലും തയ്യാറാണില്ല. ഒരാളെ പേര് പറഞ്ഞാൽ നമ്മളാളാണെന്ന് ആദ്യം ചോദിക്കുക, അയാൾ നല്ല ആളാണെന്ന് ചോദിക്കൂല. ആര്? മതസംഘടനകൾ. ഇങ്ങനെ മനുഷ്യൻ തല തിരിഞ്ഞു പോയ കാലം ചരിത്രത്തിൽ ഉണ്ടാവില്ല. പുതിയ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലൊട്ടിലൊടുക്ക് വർത്താനൊന്നുമല്ല അവരെ വിഷയം. അവർ അന്വേഷണ ത്വരയില്ല. അവരാര് സ്വീകരിക്കും, പക്ഷെ നന്മ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതേ സമയത്ത് തിന്മയെ സ്വീകരിക്കാൻ മടിയില്ല. വഹാബിസം തിന്മയാണ്, അതിന് ഒരു മടിയില്ല. എന്തുകൊണ്ട്? അത് തിന്മയായത് എങ്ങനെ എന്ന് പോലും ഇവർക്കറിയില്ല. ഇവർ നന്മയല്ല ഇവർ അന്വേഷണം. ഇവർ നന്മയുടെ സൽത്തനത്താണ്, ഇവർ നന്മയുടെ കസരിരിക്കാനേ ഉള്ളൂ. ഇവർക്ക് നന്മ ലക്ഷ്യമില്ല. അതിന്റെ അർത്ഥം മുസ്ലിം സമുദായം പരസ്പരം തല്ലണമെന്നല്ല. ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതുവരെ സുന്നികൾ വരെ മനസ്സിലാക്കിയത് വഹാബിയുടെ മാത്രമല്ല, തെറ്റൊന്നല്ല. എന്താ അങ്ങനെ ആയാല്? എന്നാൽ വലിയ സൂക്ഷ്മജ്ഞാനികളായ ആളുകൾ, ചരിത്ര വിശാരദന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് എന്നെ പരിധി വിടരുത്, അവരിങ്ങനെയാണ്, ഇവർ നന്നായി വരാതെ നന്നാവുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞ ആയിരക്കണക്കായ കൊല്ലങ്ങളായി മുസ്ലിങ്ങളും സഹകരിച്ച് ജീവിച്ച സമൂഹമാണ് ഹിന്ദുക്കൾ. ഞാൻ പറഞ്ഞില്ലേ, ഹൈന്ദവ ഇസ്ലാമിക സഹകരണത്തിന്റെ ആയിരക്കണക്കായ കൊല്ലങ്ങളെ ചരിത്രം എനിക്ക് പറയാൻ കഴിയും. ഒരു പാത്രത്തിലുണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയ കാലം, ഒരു പായൽ ഉറങ്ങിയ കാലം, പരസ്പരം നന്മക്ക് വേണ്ടി രാജാക്കന്മാർ സഹകരിച്ച ഒരു കാലം, ജുമാക്കും ജമാഅത്തിനും പള്ളികൾ ഉണ്ടാക്കി കൊടുത്ത ഹിന്ദു രാജാക്കന്മാരുടെ കാലം, റമളാനിൽ നോമ്പ് നോൽക്കാത്ത മുസ്ലിമിനെയും ജുമാക്ക് പോകാത്ത മുസ്ലിമിനെയും ഹിന്ദു രാജാക്കന്മാർ ജയിലിട്ടിരുന്ന കാലം. അങ്ങനത്തെ ഒരു കാലം ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹം, സഹകരണം. എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ആ ചരിത്രം അറിയില്ല? അതുകൊണ്ട് ഹിന്ദു എന്നുള്ള നമുക്കൊരു ദോഷപ്പെട്ടവനാണ്. ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ അറിയില്ല. ക്രിസ്ത്യാനിയും മുസ്ലിമും, ഞാൻ പറഞ്ഞ ഫ്രാൻസിൽ മാത്രം 2.5 നൂറ്റാണ്ട് കാലം തോളോട് തോളുരുമി ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്തുകൊണ്ട്? അവർ യുദ്ധത്തിന് പോയ ആളുകൾക്ക് നീതിയില്ലാത്തവരാണ്. നീതി കിട്ടണം നാട്ടിന്. അവിടെ മതമല്ല പരിഗണിച്ച നീതിയാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ നീതിയുടെ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം എന്നല്ലാതെ ഇതൊന്നും മനസ്സിലാക്കേണ്ടതില്ല.